ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ കുപ്പിയിൽ കിടക്കുന്ന മാണിക്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ മാണിക്യത്തിന് സമമായ ഒരു കലാകാരനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് രാജു വെട്ടിയാർ എന്ന ഒരു കലാകാരനാണ്. താൻ തൻ്റെ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഒരു വൈറൽ അമ്മൂമ്മ എന്നൊരു കഥാപാത്രത്തെ ചെയ്ത് അനേകം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അനേകം എന്താ പറയുക അഭിപ്രായങ്ങളാണ് വരുന്നത്. അതുപോലെ തനിക്ക് അവസരങ്ങൾ ഏറെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം, ആ ചെയ്യുന്ന വീഡിയോകളിൽ താൻ തന്നെയാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത്. കാരണം ആങ്കർ ചെയ്യുന്നത് അദ്ദേഹമാണ്, അതുപോലെ തന്നെ എഡിറ്റിങ്, അതുപോലെ തന്നെ ക്യാമറ ചെയ്യുന്നത് അദ്ദേഹമാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ തേടി വരുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ ചില ചിരികളും വിശേഷങ്ങളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഹായ് രാജേട്ടാ. ഹായ്, നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? തന്നെ. അപ്പോ ഞാൻ രാജേട്ടനെ ഇവിടെ തിരക്ക് വരാൻ കാരണം നിങ്ങൾ ഇറക്കുന്ന ഓരോ വീഡിയോ കണ്ടന്റുകളുമായിരുന്നു. അതെ. അപ്പം അതിന് പുറകിലേക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ അണിയറയിൽ പ്രവർത്തിക്കുന്നത് മൊത്തം നിങ്ങൾ തന്നെയാണ്. ക്യാമറമാൻ, എഡിറ്റർ, അതുപോലെ ആക്ടർ, ഇതെല്ലാം ഒരു രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ്. അപ്പോ ഇങ്ങനെ ഒരു എന്താ പറയുക സന്ദർഭത്തിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ജീവിതം ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ എല്ലാരെയും പോലെ നമ്മളും ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ട്രാജഡി പറയാനല്ല. അതെ അതെ. അമ്മ ഈ പറഞ്ഞ പോലെ ചെവി കേൾക്കത്തില്ല. എൻ്റെ അമ്മയ്ക്ക് ചെറുപ്പം പോലെ ചെവി കേൾക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് അമ്മ എല്ലാരെയും പോലെ അത്ര ആക്റ്റീവ് അല്ല. അപ്പം ചെറുപ്പം പോലെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കുറെ പാടും ഒക്കെ അനുസരിച്ച് വന്നപ്പോ ഈ നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ കോമഡി ഷോ വരും. കൊച്ചു സ്റ്റേജിന്റെ അതുപോലെ കലാഭവന്റെ ഒക്കെ പ്രോഗ്രാം പോയി ഞാനത് പോയി കാണും. കാണുമ്പോ അത് കാണുമ്പോൾ നമുക്ക് കുറച്ചു നേരം നമുക്ക് ആസ്വദിക്കാനും ചിരിക്കാനും പറ്റും. ജീവിതത്തിൽ നിന്നുള്ള ആ ഒരു റിയാലിറ്റി ഷോ നമ്മൾ കാണുമ്പോൾ ചിരിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ആ ഷോയോട് ഇഷ്ടം തോന്നി. അങ്ങനെ ആണ് ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ ചെറിയ ഈ പറഞ്ഞ ഷോകള് അവര് ചെയ്യുന്ന ഷോകള് ഞാനത് കണ്ടിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ അമ്മയുടെ മുമ്പിൽ അവര് ഒരു അരമണിക്കൂർ കാണിക്കുന്ന അല്ലെങ്കിൽ അവര് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ആ കോമഡി സ്കിറ്റുകൾ ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് പല ക്യാരക്ടറും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് എന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ച് കാണിക്കും. അപ്പൊ അമ്മ അന്നേരം കിടന്ന് ചിരിക്കും. അമ്മയെ ചിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓരോ വേദികളിൽ ഓരോ ഷോ കാണുമ്പോൾ അത് ചിലപ്പോൾ നാടകം കാണുമ്പോൾ അപ്പൊ നാടകത്തിലെ അച്ഛൻ ചെയ്യുന്നതും അമ്മ ചെയ്യുന്നതും മകൻ ചെയ്യുന്നതും ഒക്കെ ഞാൻ ഒന്നിച്ച് അമ്മയുടെ മുമ്പിൽ കാണിക്കും. അമ്മയ്ക്ക് ഈ ചെവി കേൾക്കാത്തതുകൊണ്ട് ഈ ചെറുപ്പം വരെയുള്ള ശീലം കൊണ്ട് എന്റെ ലിപ്പാണ് അമ്മ മനസ്സിലാക്കുന്നത്. ലിപ്പ് അനുസരിച്ചാണ് അമ്മ അത് മനസ്സിലാക്കുന്നത്. അപ്പം അമ്മ എന്റെ ഈ കോമാളിത്തരം കണ്ടുകൊണ്ട് അമ്മ ചിരിക്കും. അപ്പൊ അവിടെ നിന്നാണ് എന്റെ ആ ഒരു ഈ കലാജീവിതം തുടങ്ങുന്നത്. അപ്പൊ എന്റെ ആദ്യ പ്രേക്ഷകയും എന്റെ പ്രോത്സാഹനവും ആദ്യം തന്നെ എന്റെ ഗുരുവും ജഡ്ജിമെന്റും എല്ലാം എന്റെ അമ്മയാണ്. അപ്പൊ ഇപ്രകാരം ഇപ്പം ഇറങ്ങുന്ന വീഡിയോകള് ലൈക്കുകൾ കൂടുകയാണ്, ഷെയറുകൾ കൂടുകയാണ്, അതിലൊക്കെ ഉപരി കൂടുതൽ വ്യൂസ് കയറുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോ അതിനെപ്പറ്റി എന്താണ് അഭിമാനിക്കാനുള്ളത്? അതിൽ ഞാൻ ഇപ്പോഴും വളരെ അതിശയത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ അമ്മൂമ്മയുടെ ഒരു ക്യാരക്ടർ ചെയ്തതിനു ശേഷമാണ്. ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്യുമായിരുന്നു, കണ്ടന്റ് വീഡിയോ, റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ ഈ കുറച്ച് നാളെ ആയുള്ളൂ, വളരെ എനിക്ക് തോന്നുന്നു ഒരു മാസം പോലും കഷ്ടിച്ചായില്ലെന്ന് തോന്നുന്നു ഞാൻ ഈ അമ്മൂമ്മയുടെ ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയത്. അത് ഒരു കണ്ടന്റ് വീഡിയോ എടുത്തപ്പോൾ ഒരു അമ്മമ്മയുടെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒരാളെ ഞാൻ വിളിച്ചു, ഒരു പ്രായമുള്ള ഒരാളെ വിളിച്ചു. പക്ഷെ അവർക്ക് അന്ന് ഈ പറഞ്ഞ പോലെ ഒരു അർജന്റായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് എന്നോട് പറഞ്ഞു വരുത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ വരുത്തിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ സ്വയം അമ്മമ്മയായിട്ട് മാറിക്കൊണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരെ കാണിച്ചപ്പം അവരിത് കണ്ട് എന്റെ രൂപം കണ്ട് ചിരിച്ചു. കാരണം ഞാൻ ഈ അമ്മമ്മയുടെ വേഷം ചെയ്തപ്പോൾ വേറൊരു രീതിയായി, വേറെ ലുക്കായി, സംസാരമായി, ചിരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അമ്മമ്മയുടെ വേഷം ചെയ്യുന്നത്. എനിക്ക് എന്റെ അമ്മമ്മയെ കണ്ട് ഓർമ്മയില്ല. ഞാൻ അമ്മൂമ്മ, പിന്നെ നാട്ടിലുള്ള ഈ അമ്മൂമ്മമാരോട് ഞാൻ ഈ പോത്തിനൊക്കെ തീറ്റുന്നതാണ് എനിക്ക് ജോലി, പോത്തിനെ വളർത്തിക്കുന്നത്. അപ്പൊ പോത്തിനോട് പോകുമ്പോൾ അടുത്തുള്ള അമ്മൂമ്മമാര് സംസാരിക്കുന്നതും മക്കളോട് പറഞ്ഞൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ അമ്മനെ വൈറലാക്കി ഞാനതെല്ലാം അതിശയത്തോട് കാണുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഡോ പറഞ്ഞതുപോലെ ഞാൻ തന്നെയാണ് ഇതിന്റെ ക്യാമറ. കാരണം ഞാൻ ഈ ടൈൽസിന്റെ വർക്കാണ്, അതുകൂടെ പോത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതിനെ എല്ലാവരും സപ്പോർട്ടാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പോഴും ഞാൻ ജോലിയുടെ ഓടി വരുന്നതല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പോഴും ഞാൻ അതിശയത്തോട് കൂടി കാണുന്നു. എല്ലാവരും ഈ അമ്മൂമ്മേനെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിന്റെ പ്രത്യേകത, എന്റെ ജോലി സമയങ്ങൾ വൈകിട്ട് വന്നിട്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യുന്നത്. രാത്രി 12 മണിയൊക്കെ തുടങ്ങും. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോ
ആദ്യം അച്ഛൻ മാത്രമുള്ള ഇതുവരെ ഇത് ചെയ്യാൻ സഹായത്തിന് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അതായത് ക്യാമറ അങ്ങനെ വല്ല ചെയ്യാൻ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ ഇതിലേക്ക്? അങ്ങനെ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഇട്ട് ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ ശേഷം എന്നോട് ക്യാമറ ചെയ്തുതരാന്ന് പറഞ്ഞു അങ്ങനെ ആരും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്റെ ഹൈലൈറ്റ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം എന്റെ ഒരു ഹൈലൈറ്റ്, കാരണം വീഡിയോ പലരും ചെയ്യുന്നുണ്ട്, പലരും നല്ല വീഡിയോകൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മള് അതിശയിക്കുന്ന പോലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുഞ്ഞുങ്ങളടക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ പ്രത്യേകത ഞാൻ തന്നെ, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇപ്പോ ശരിയാ ദിനംപ്രതി വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് കൂടുതൽ ഫോളോവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു എന്താ പറയുക, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു വരുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. എന്റെ ഈ അമ്മമ്മയുടെ ഈ വേഷം അത് എനിക്ക് ഇപ്പോഴും അത് വളരെ സന്തോഷം. കാരണം ഈ അമ്മമ്മയുടെ ക്യാരക്ടർ ചെയ്ത് അത് വൈറലായി ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഗൾഫിൽ നിന്നായാലും പല സ്ഥലങ്ങളിൽ നിന്നായാലും എന്നെ വിളിക്കാറുണ്ട്. ഇതുപോലെ അമ്മമ്മ എന്റെ നാട്ടിലുണ്ട്, ഇതുപോലെ എന്റെ അപ്പൂപ്പൻ ഇങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു ഒക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അവർക്കൊക്കെ അമ്മമ്മയുടെ സ്വരം വേണം. എനിക്ക് മെസ്സഞ്ചർ വഴി ഇത് കാണുമ്പോൾ അവരുടെ അനുഭവം എന്റെ കമന്റ് നോക്കിയാൽ അറിയാം. അവര് ഇങ്ങനെ ഇടും, എന്റെ നാട്ടിൽ ഇങ്ങനെ അമ്മയുണ്ട്, അല്ലെ എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു. അപ്പൊ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും അമ്മമ്മയുടെ സ്വരത്തില്. ഒരു ചേട്ടനെ ഇന്നലെ രാത്രി ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്റെ അമ്മമ്മയുടെ ആ സ്വരത്തിൽ ഞാൻ ഇട്ട് അതൊക്കെ സന്തോഷം. അതുപോലെ ഒരുപാട് ചേച്ചിമാര് വിളിക്കാറുണ്ട്. അവർക്കൊക്കെ അമ്മമ്മയുടെ സ്വരം വേണം, അമ്മയുടെ ആക്ടിങ് ഇഷ്ടമാണ്, അമ്മമ്മയുടെ ക്യാരക്ടർ ചെയ്ത് മുൻപോട്ട് വേറെ ആരെ കൂട്ടരെന്നൊക്കെ കമന്റിൽ ഇട്ടിട്ടുണ്ട്. അവർക്ക് എന്റെ എല്ലാ വേഷവും ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ അച്ഛനാകുന്നു, മോനാകുന്നു. അതിന്റെ ഒരു പ്രത്യേകത ഞാൻ ഇപ്പോഴും അതിശയത്തോട് കൂടി കാണുന്ന പറഞ്ഞാൽ, ഞാൻ ആദ്യം അച്ഛൻ മാത്രം ചെയ്തുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത ആ ഒരു കണ്ടന്റ് വീഡിയോക്കകത്തൊന്നും ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടേ ഇല്ല. അത് ഞാൻ അന്നേരം മനസ്സിൽ തോന്നുന്നു. അതാ ഞാൻ ഒരു അതിശയത്തോട് കൂടി കാണുന്നു പറഞ്ഞു. ഞാനിപ്പോ കഴിഞ്ഞിടയ്ക്ക് ചെയ്ത് കറണ്ട് പെട്ടി, അത് ഒരു അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ റീഡിങ് എടുക്കാൻ വന്നു. റീഡിങ് എടുക്കാൻ ഇലക്ട്രിസിറ്റി വന്നു, ബില്ല് തന്നിട്ട് പോയപ്പോഴും ഞാൻ ഓർത്ത് ഈ ഒരു കണ്ടന്റ് പിടിക്കാമല്ലോ. അപ്പൊ എന്റെ അമ്മ അടുത്തിരിപ്പുണ്ട്. അമ്മ ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ഞാൻ അന്ന് വൈകിട്ടാണ് ഞാൻ ചെയ്തതാണ് കറണ്ട് പെട്ടി. അപ്പം അതൊക്കെ ഞാൻ അതിശയത്തോടു കൂടി കാണുന്നത്. കാരണം ഞാൻ ആദ്യം അച്ഛന്റെ ചെയ്യുവാണെങ്കിൽ അത് മാത്രമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് അത് ആ മേക്കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അമ്മമ്മയുടെ ചെയ്യുന്നത്. അത് എഡിറ്റിങ്ങിനാണ്. അപ്പൊ ഈ ലുക്ക് കൊടുക്കുന്നതൊക്കെ എനിക്കറിയാം. അഭിനയത്തെക്കാരുടെ ഏറെ സമയം കണ്ടെത്തുകയും കൂടുതൽ തല പോയിക്കേണ്ടി വരുന്നത് എഡിറ്റിങ്ങിനാണ്. അതെ, എഡിറ്റിങ്ങിനാണ്. എഡിറ്റിങ്ങിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായ ഒരു നിമിഷമുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ചെയ്ത പൊങ്കാല എന്ന് പറഞ്ഞൊരു കണ്ടന്റ് റീൽസ് ചെയ്തായിരുന്നു. അതിപ്പോ നല്ല റീച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ ഇതുപോലെ വൈകിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ് വൈകിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. വൈകിട്ട് ഒരു 8 മണിക്ക് തുടങ്ങി. എല്ലാവരുടെ പോലെയല്ല, എനിക്ക് ലാപ്പില്ല. ഈ ഒരു മൊബൈലിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് മോട്ടറോള HG ആണ്. അപ്പൊ ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും. അതുകൊണ്ട് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു. അതെ. അപ്പൊ അങ്ങനെ ഒരു രസകരമായ സംഭവം ഞാൻ ആ പൊങ്കാല ടു പൊങ്കാല എഡിറ്റ് ചെയ്തു. ലാസ്റ്റിൽ ഒരു സീൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുകയാണ്. ആ ഒരു സീൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പം മെമ്മറി ഫുള്ള് കാണിക്കുന്നു. ഞാൻ വീഡിയോ കുറെ ഞാൻ രാത്രി അപ്പൊ തന്നെ ഒരു 2:30 ആയി. ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത കൂട്ടത്തില് ഈ എടുത്ത വീഡിയോ പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് വീണ്ടും അഭിനയിച്ചിട്ടാണ് അത് ചെയ്തത്. വീണ്ടും എടുക്കേണ്ടി വന്നു. അതെ, ഈ ചേട്ടന്റെ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറയുക, അതായത് മറ്റ് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റ് നാടക സമിതികളിൽ നിന്നോ എന്തെങ്കിലും ഓഫറുകൾ വന്നിട്ടുണ്ടോ? എനിക്ക് ഇത് കണ്ടിട്ട് ആദ്യം ഞാൻ അച്ഛന്റെ ഒരു വേഷമായിരുന്നു ആദ്യം ചെയ്തത്. അത് കണ്ടൊരു നാടക സമിതി എന്നെ വിളിച്ചായിരുന്നു. നാടകത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. ഒരു അച്ഛന്റെ റോളാണ്, ഒരു വേലക്കാരന്റെ റോളാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു സെന്റിമെന്റ്സ് വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ അമ്മമ്മയുടെ ഇറങ്ങിയ ശേഷം ഇപ്പം കുറെ സമിതിക്കാർ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അതായത് ക്ഷണിക്കപ്പെടുന്ന രീതിയിൽ വൈറൽ അമ്മമ്മ എത്തുന്നും പറഞ്ഞ് ഒരു ബാനർ കൊടുത്തുകൊണ്ട്. അങ്ങനെ ഈ വർഷം ഞാൻ കൊല്ലം കലാവിഷൻ എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തായ ജിനേഷ് ചണ്ണപ്പേട്ട സംവിധാനം ചെയ്യുന്ന സമിതിയിൽ ക്ഷണിക്കപ്പെടുന്ന വേദിയിൽ ഈ പറഞ്ഞ പോലെ വൈറൽ അമ്മമ്മ പോകുന്നുണ്ട്. അപ്പം ഇനി അമ്മമ്മ വേദിയിലേക്ക് ഇറങ്ങുകയാണ്, നിങ്ങളെ കാണാനും ചിരിപ്പിക്കാനുമായിട്ട്. എല്ലാരും വേദികളും തന്ന് അനുഗ്രഹിക്കണം. കൊല്ലം കലാവിഷൻ എന്ന് പറഞ്ഞ സമിതിയിലാണ് ഗസ്റ്റായിട്ട് പോകുന്നത്. അത് കൂടാതെ വേറെ 2-3 സമിതിക്കാരും വിളിച്ചിട്ടുണ്ട്. അത് വിളിക്കുന്നതനുസരിച്ച് നമ്മൾ പോവാണ്. രാജേട്ടാ, നിങ്ങളുടെ വീഡിയോകൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു അമ്മൂമ്മയാണ്. അപ്പം ഈ അമ്മൂമ്മയുടെ സ്വരം ഞാൻ ചില കമന്റുകൾ കൂടി കണ്ട് ഇത് പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുന്നതാണ്, പുറത്തുനിന്ന് ഡബ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ചേട്ടന് എന്താ പറയുക, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പറയാം. ഈ സമയത്ത് എന്നോട് അതായത് അമ്മൂമ്മ ആ ക്യാരക്ടർ എന്നോട് സംസാരിക്കുന്ന പോലെ ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും.
എന്റെ മക്കളെടാ മോനടാ ഞാൻ എന്റെ മോനെ പറഞ്ഞ എന്റെ മക്കളെ പറഞ്ഞ എന്റെ മോനെ പറഞ്ഞടാ മോനെ അമ്മമ്മയുടെ ചെവി കേൾക്കത്തില്ല എന്റെ മക്കളെ പറഞ്ഞ അമ്മമ്മക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടോ? അയ്യോ എന്റെ പൊന്നു മക്കളെ പെൻഷൻ കിട്ടിയിട്ട് കുറെ നാളായടാ ഇനി പഞ്ചായത്തിലൊക്കെ ചെല്ലണം മോനെ അവര് ചെന്ന് ഒപ്പിട്ട് കുണ്ടാണ്ടൊക്കെ ഇട്ട് കൊടുത്തല്ലേ തരത്തുള്ളൂ മോനെ അവര് മോനെ ഈ വയസ്സാം കാലത്ത് മോൻ എന്നെ തിരക്ക് വന്നല്ലോടാ എനിക്കത് നിങ്ങളെപ്പോലെ പ്രായമുള്ളവരെ തിരക്കി വരാത്ത പിന്നെ നമ്മൾ ആരെ തിരക്കാണ് പോകേണ്ടത്? എന്തോക്കളാ നിങ്ങളെപ്പോലെ പ്രായമുള്ളവരെ തിരക്കി വരാതെ നമ്മൾ ആരെ തിരക്കാണ് പോകേണ്ടത്? മോനെ എനിക്ക് എന്തോ തിരക്കാടാ മോനെ എനിക്ക് തിരക്കില്ലടാ ഞാൻ ഇവിടെ അരി അടപ്പത്തിട്ടിട്ട് ഞാൻ വന്ന പോകും ഞാൻ ഒരു തിരക്ക് വിളിച്ചെന്ന് അത് നൂറ്റണം മോനെ അതേ ഉള്ളു തിരക്ക് വേറെ ഒരു തിരക്ക് അമ്മച്ചിക്കില്ല അയ്യോ എന്റെ പൊന്നുമക്കളെ ഇല്ലടാ മോനെ. എന്തായാലും ഈ ഒരു സംസാരത്തോടു കൂടി എനിക്ക് നന്നായി മനസ്സിലായി ഇത് അമ്മച്ചിയല്ല വെട്ടിയാർ രാജു തന്നെയാണെന്ന്. ഏതായാലും സന്തോഷം. എന്താ പറയാ ഈ നല്ല സൗണ്ടുകൾ കേരളം അറിയപ്പെടുന്ന കേരളം കിടങ്ങുന്ന ശബ്ദമായി മാറട്ടെ, അനേകം വേദികളിൽ അറിയപ്പെടുന്ന ഒരു അമ്മൂമ്മയെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇപ്പം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയും നിങ്ങൾ ഫോളോവേഴ്സിനെ മാറ്റിക്കൂട്ടി. അപ്പം ഇപ്പോ ഓൾറെഡി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു എന്താ പറയുക വളർന്നു വരുന്ന ഒരു നല്ലൊരു കലാകാരനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ മുൻപോട്ട് പോകാനാണോ ആഗ്രഹം, അതോ പുതിയ പുതിയ വേദികളിൽ പുറം ലോകത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല എല്ലാ കലാകാരന്മാർക്കും ഈ പറഞ്ഞൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ ഇത്രത്തോളം എത്തിയത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു അത് ഈശ്വരന്റെ എന്തോ ഒരു ഇത് തന്നെയാണ്. ഞാൻ എന്റെ ഒരു കാൽ ഭാഗം ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. എന്നെ കൊണ്ട് ഈശ്വരൻ ചെയ്യിക്കുന്ന പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്ക്രിപ്റ്റ് ഇല്ലാതെ ഞാൻ തന്നെ ഇങ്ങനെ പലതും അഭിനയിക്കുന്നത്. എനിക്ക് നേരത്തെ ഡബിളും ത്രിബിളും റോള് അഭിനയിച്ചൊന്നും ശീലമില്ല, എഡിറ്റ് ചെയ്ത ഒരുപാട് ശീലങ്ങളില്ല. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ അതിശയത്തോട് കൂടി കാണുന്നു. അപ്പം ഞാൻ എന്റെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഇത്രത്തോളം എന്നെ ആക്കിയത് എന്റെ വീഡിയോസ് കാണുന്ന സ്നേഹനിധി നല്ലവരായിട്ടുള്ള പ്രേക്ഷകരാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇതുപോലെ തന്നെ എന്റെ സമയം കിട്ടുമ്പോൾ വീഡിയോ പോവും. അപ്പം ബാക്കിയൊക്കെ ഈശ്വരൻ നൽകുന്ന പോലെ. അതെ അതെ. അതുപോലെ തന്നെ ഇപ്പം ചേട്ടന്റെ ഈ വീഡിയോകൾ ഇനിയും പുറത്തുനിന്ന് പുതിയ ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തുവാനോ അല്ലെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ബ്രാൻഡായിട്ട് രൂപീകരിക്കാനോ ഒക്കെ താല്പര്യമുണ്ടോ? അങ്ങനെ നല്ലൊരു എന്താ പറയുക ഒരു സെറ്റപ്പോട് കൂടി ഇറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അല്ല ഇപ്പൊ എന്റെ വീഡിയോക്കകത്തൊക്കെ നമ്മുടെ നാട്ടിലുള്ള ബിജു അതുപോലെ ആൻസു എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാർ അവര് നേരത്തെ ഒരു വീഡിയോയിലൊന്നും അവര് സ്റ്റേജിൽ പോലും പോയിട്ടുള്ളവരല്ല, എന്റെ കൂടെ വന്നതാണ്. അപ്പം അവരെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകണം. ഇത് തന്നെ ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ലേ ആൾക്കാർ. ഞാൻ ഒരു പ്രൊഫഷണൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ പോകണം. ബാക്കിയെല്ലാം ഈശ്വരന് ഞാൻ കൊടുക്കും. എങ്ങനെയാവും എന്തോ എന്നൊന്നും ഞാൻ ഇപ്പൊ ഒരു പ്ലാൻ എനിക്കില്ല. അതൊക്കെ ഈശ്വരൻ, ഞാൻ എന്റെ പകുതി ചെയ്തുകൊണ്ടിരിക്കും, ബാക്കി പകുതി ദൈവം തരുന്നത്. ചേട്ടന് അല്ലാതെ ഇപ്പൊ എന്താണ് ഇപ്പൊ ജോലി എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇപ്പൊ 28 വർഷമായിട്ട് ടൈൽസിന്റെ വർക്കുണ്ട്. അതെ അതെ, സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ പോത്തിന്റെ പരിപാടിയുണ്ട്. പോത്തിനെ വളർത്തുക, വിൽക്കുക. അതങ്ങനെ ഒരു പോത്ത് കർഷകൻ കൂടിയാണ് ഞാൻ. ഇപ്പോഴും ഇതിനൊക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത, ചെറുപ്പത്തിലെ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ ഓരോരുത്തർ പ്രോഗ്രാം ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള വലിയ ആ കലാകാരന്മാരോടൊപ്പം അതിലെ കുറെ ഭൂരിപക്ഷം ആൾക്കാരോടൊപ്പം എനിക്ക് ഒരു വേദി ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റി എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ അവരിപ്പോഴും അന്ന് ഞാൻ പ്രോഗ്രാം കണ്ട് അതിശയിച്ച് ചിരിച്ച് മണ്ണ് തപ്പിയവര് ഇന്ന് അവരെന്നെ വിളിക്കാറുണ്ട്. അവർ നല്ല സൗഹൃദത്തോടു കൂടി എല്ലാത്തിനും പ്രോത്സാഹനം തരാറുണ്ട്. ഈ വർക്കിന് എല്ലാ പിന്തുണകളും എന്നോടൊപ്പം ഉണ്ട്. അതൊക്കെ സന്തോഷമായിട്ട് കാണുന്നു. അതെ അതെ. അപ്പം നാളെ വരും കാലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായി നല്ല എന്താ പറയുക കേരളം അറിയപ്പെടുന്ന നല്ല ട്രൂപ്പുകളുടെ കൂടെ അവസരങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ പോലെ എന്നെ ഇവിടെ വരെ എത്തിച്ചതിന്. കാരണം ഞാൻ പറഞ്ഞുള്ളത് അതിന് എല്ലാ പ്രേക്ഷകരോടും എനിക്ക് എല്ലാവരോടും, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഈ സാധാരണക്കാരനെ ഇത്രത്തോളം എത്തിച്ചത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനി എനിക്ക് ഉണ്ടാകണം. ഞാൻ ഒറ്റയ്ക്കാണ് ബ്രോ ഈ വീഡിയോ ചെയ്യുന്ന അറിയാമല്ലോ, എല്ലാം ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അതെ അതെ അതെ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും എനിക്ക് വലിയ എക്സ്പീരിയൻസുകൾ, ക്യാമറ ചെയ്തോ ഈ മൊബൈലിലാണ് എടുക്കുന്നത്. അതുപോലെ മേക്കപ്പുകൾ, കോൾഗേറ്റിന്റെ പേസ്റ്റുകൾ വാരി കൂട്ടി തേച്ചാണ് നരപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ്. പക്ഷെ ഇത് നമ്മുടെ കുറഞ്ഞ ചെലവ് ചെയ്തെടുക്കുമ്പോൾ അതിന് പുറകിൽ എത്രത്തോളം, എന്നിട്ടും അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ ഇത്രത്തോളം എത്തിച്ച നല്ലവരായിട്ടുള്ള എല്ലാ കലാപ്രേമികളും, എല്ലാ സഹോദരി സഹോദരങ്ങളും, ചേച്ചിമാരോടും ചേട്ടന്മാരോടും അമ്മമാരോടും അച്ഛന്മാരോടും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ഒന്നുകൂടെ പറയുകയാണ്, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായി, ഞാൻ ഒറ്റയ്ക്കാണ്, വലിയ കലാകാരനൊന്നും അല്ല, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് സദയം ക്ഷമിക്കണം. അതുപോലെ തന്നെ
ഫോളോവേഴ്സ് രാജീവ് വെട്ടിയാർ എന്നാണ് എന്റെ ID. അത് ആ, വളരെ കുറവാണ്. ഇപ്പൊ ഈ വർക്ക് അമ്മമ്മയുടെ സംഭവം ചെയ്തതിനു ശേഷമാണ് കുറച്ചായത്. അപ്പം അത് നിങ്ങൾ ദയവ് ചെയ്ത് ഫോളോ ചെയ്യണം, കൂടെ നിൽക്കണം, എന്റെ കൂടെ നിൽക്കണം. നിൽക്കുമെന്നറിയാം, എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്നത് അദ്ദേഹം വളർന്നു വരുന്നൊരു കലാകാരനാണ്. ഞാൻ അദ്ദേഹത്തെ ഇവിടെ അന്വേഷിച്ചു വരാനുള്ള കാരണവും തന്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു എന്താ പറയുക ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്താൻ തന്നെ കാരണം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇത്രത്തോളം എന്താ പറയുക തന്റെ ആ, താൻ നിൽക്കുന്ന അതായത് ആ ചുറ്റുവട്ടങ്ങൾക്കുള്ളിൽ നിന്ന് ഇത്രത്തോളം വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തനിക്ക് അനേക ഓപ്പർച്യൂണിറ്റികൾ കൊടുത്താൽ അദ്ദേഹം വളർന്നു വരുന്ന നല്ലൊരു കലാകാരനായി മാറും എന്നുള്ളതിൽ എന്താ പറയുക നമ്മൾ അധികം ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നല്ല അവസരങ്ങൾ തന്നെ തേടി വരട്ടെ. ഏതായാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് എന്താ പറയുക സമയം ചെലവഴിച്ച രാജേട്ടന് എന്താ പറയുക ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി അറിയിക്കണം. നാളെ വളർന്നു വരുന്ന ഒരു കലാകാരനെ മാറട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു. ഓക്കെ.